അജണ്ടയില് കിടക്കുന്നതിന് മുമ്പ് ഈ ഞാൻ നേരത്തെ തന്നെ ഉന്നയിച്ച പ്രധാനപ്പെട്ട 2 വിഷയങ്ങളുണ്ട്. നമ്മളിവിടുത്തെ കുടിവെള്ള പ്രശ്നം, അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം നമ്മുടെ നഗരസഭാ പ്രദേശത്ത് നിലനിൽക്കുകയാണ്. ആ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാതെ, ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. 2, അതിനോട് അനുബന്ധിച്ച് തന്നെ ഇപ്പോൾ വൈദ്യുതി വിളക്ക് കത്തുന്ന പ്രശ്നം നിൽക്കുകയാണ്. അതിനെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. നമ്മളെ ഈ നഗരസഭയ്ക്കകത്ത് തന്നെ നേരിടെ തന്നെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നത്, നമ്മള് ഭരണഘടനയ്ക്കും മുനിസിപ്പാലിറ്റി ആക്ടിനും ഒക്കെ വിരുദ്ധമായി നമ്മള് അഭിപ്രായം പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഇതില് പ്രധാനമായിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നേരെ തന്നെ ചോദിക്കുകയാണ്, ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? അത് വാട്ടർ അതോറിറ്റിയിലല്ലേ ബില്ലടയ്ക്കുന്നത്? ആ അതോറിറ്റി അല്ലേ ആ അതോറിറ്റി എന്ന് പറയുന്നത്? വെള്ളം അവിടെ പോയി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലായി. നമുക്ക് അജണ്ട കഴിഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം തന്നെ എടുക്കാം. അയാൾ പ്രമേയം പെട്ടെന്ന് അവസാനിപ്പിക്കുക. അജണ്ട കുറച്ചതിന്റെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എത്ര സമയം വേണമെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാം. അങ്ങനെ പറഞ്ഞ എല്ലാ വിഷയവും ചർച്ച ചെയ്യാം. അല്ല, ഞാൻ പറയട്ടെ, അജണ്ട വളരെ കുറച്ച് സാധാരണ ശ്രീമാർജി അല്ല, നിങ്ങൾ അത് ഈ നഗരത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഏതെങ്കിലും ഒരു അതായത് LDF എന്നോ BJP എന്നോ വ്യത്യാസമല്ല. ഞാൻ പറയുന്നത് ഈ നഗരത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് അജണ്ട എന്ന് പറയുന്ന അജണ്ട ഒരു കാര്യമായൊന്നുമില്ല. പറയട്ടെ, അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാമുഖ്യം കൊടുക്കുക. ഞാൻ പറയട്ടെ, ഞാനല്ലേ പറയട്ടെ. അതായത് പ്രമേയം തന്നെ പെട്ടെന്ന് ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. പെട്ടെന്ന് തിരിക്കുക. നമുക്ക് പാർലമെന്റ് പാർട്ടി ചർച്ച ചെയ്യാനാണ്. നിങ്ങൾ ആരും സംബന്ധിച്ച് പറയുന്നില്ല. അജണ്ടയിലുള്ള കാര്യം, അജണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം പ്രാധാന്യമുള്ളതാണ്. ഞാൻ പറയാം, അതുപോലെ തന്നെ എല്ലാം പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. കുടിവെള്ളത്തിന്റെ വിഷയമുണ്ട്, അതുപോലെ തന്നെ ചർച്ച ചെയ്യണം. ഒരു വിളക്കിന്റെ വിഷയം ചർച്ച ചെയ്യുന്നതല്ല, ചർച്ച ചെയ്യണം. ഒരു ന്യായയുടെ വിഷയമുണ്ട്, ചർച്ച ചെയ്തുകൊണ്ടുള്ള അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ശരി. ഓക്കെ, ബഹുമാനപ്പെട്ട അങ്ങനെയല്ലേ പറഞ്ഞത്? ചർച്ച ചെയ്യല്ലേ? എവിടെയാണോ കാശ് വയ്ക്കുന്നത്? അങ്ങനെ ഒരു പ്രയോജനം നടത്തേണ്ടതുണ്ടോ? അത് ചർച്ചയാണ്. എവിടെയാണോ കാശ് വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് പറയാൻ പറയുന്നില്ല. ഈ സഭയോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ദൂരം സംസാരിച്ചോളൂ. ആ ബാൻഡ് പിടിച്ചോളൂ. ബാൻഡ് ഫ്ലക്സ് ഒക്കെ പിടിച്ചോളൂ. ദൂരം സംസാരിച്ചോളൂ. അതായത് ദൂരം അങ്ങ് സംസാരിച്ചോളൂ. അത് സംസാരിച്ചോളൂ. അത് കുടിവെള്ളം ചർച്ച ചെയ്യുന്ന ആശയമാണ് അജണ്ട. അതെന്തല്ലേ പറയട്ടെ? ബഹളം വെക്കുന്നത് എന്താണ്? അല്ല, ബഹളം വെക്കുന്നത് നിങ്ങളുടെ അംഗങ്ങളാണ്. ദൂരം സംസാരിക്കാൻ ബാക്കി എല്ലാവരും പ്രളയത്തിക്കാം. ദൂരം സംസാരിച്ചത് കുടിവെള്ള പ്രശ്നം ദൂരം സംസാരിക്കുക. ചർച്ച അനുവദിക്കുമല്ലോ. ചർച്ച അനുവദിക്കുകയാണല്ലോ. കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായി ചർച്ച ചെയ്യാം. നമുക്ക് വെള്ളം നീട്ടാവുന്ന ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 18 മാസം കരാറുകാർക്ക് ബില്ല് എടുക്കാത്ത ചർച്ച ചെയ്യുന്നുണ്ട്. 18 മാസം എന്ന് പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മേയർ അനുവാദം നൽകിയത് തന്നെ അംഗീകരിക്കുക. വളരെ അങ്ങനെ ഒരു ജനാധിപത്യപരമായിട്ട്
ഒരു കുടിവെള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു കോർപ്പറേഷന്റെ കൗൺസിൽ മാറണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ട ഒരു പ്രശ്നമാണ് നമ്മുടെ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത്. ആരെങ്കിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കുറ്റം ആരോപിച്ചിട്ട് കാര്യമില്ല. അത് ബഹുമാനപ്പെട്ട മേയർ ആദ്യം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. അതിന് ആധാരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മേയർ തന്നെ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴത്തേക്ക് ഒരു നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മേയർ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വേണം ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്താനായിട്ട്. വാട്ടർ അതോറിറ്റിയിലേക്കാണ് ബില്ലടയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്ന എന്തിനാ നിങ്ങൾ വാട്ടർ അതോറിറ്റിയിലേക്ക് ചോദിക്കൂ എന്നുള്ളതാണ്. ഇവിടെ ചോദിക്കുന്ന എന്തിനും ചോദിച്ചിട്ടില്ല. വാട്ടർ അതോറിറ്റിന്റെ ബില്ലടയ്ക്കുന്ന മേയറെ അങ്ങനെയൊക്കെ ഇവിടെ ചോദിക്കുന്ന എന്തിനും ഞാൻ ചോദിച്ചാണ് കേൾപ്പിക്കാമോ? ഇവിടെ വാട്ടർ അതോറിറ്റിന്റെ ബില്ലടയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. അത് കത്തിയല്ലേ ഞാനൊന്ന് പറഞ്ഞു. ഒരു മേയർ പറയാത്ത കാര്യങ്ങൾ ഒരു കൗൺസിൽ പാർട്ടി ലീഡർ തന്നെ പറയുമ്പോഴേക്കും അതിനെക്കുറിച്ചുണ്ടാകും. നമുക്കറിയാലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സീരിയസ് ആയിട്ടുള്ള പറയുമ്പോൾ തെറ്റായ വസ്തുത പറയുന്നത് ഞാൻ ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ പറയണം. ഞാൻ ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ പറയാമോ? എന്തെങ്കിലും നിങ്ങൾ ഇവിടെ ചോദിക്കുന്ന നിങ്ങൾ ഇവിടെ ചോദിക്കുക. ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് പറയുന്നത് ഒരു മിനിറ്റ് പറയട്ടെ. നിങ്ങൾ ഇവിടെ പറയുന്നത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചർച്ച എന്റെ ഫോണിനകത്തുണ്ട്. വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കുന്നതിനകത്ത് അതല്ല ഇതൊന്ന് കേൾപ്പിക്കൂ. നിങ്ങളെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം പറയുന്നത് പറയുമ്പോഴത്തേക്കൊന്ന് പറയാൻ അനുവദിക്കും. നമ്മളൊരു വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ വിഷയം സംബന്ധിച്ചുള്ള ചർച്ച. ഇത് ജനങ്ങളെ ബാധിക്കുന്ന, ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കുടിവെള്ളം കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ അനുവദിക്കുക. നമ്മൾ ഈ എന്താണ് കോർപ്പറേഷന്റെ അധികാരം ഈ പറയുന്ന കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിനകത്ത് ഇല്ലാന്ന് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഒറ്റ ഉത്തരവാദിത്തമുള്ള ഇവിടുത്തെ നഗരവാസികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. അതാദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. അതിൽ നിന്ന് ആർക്കും ഓടി പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. നമ്മുടെ രാജ്യത്തിനകത്ത് കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിയമനിർമ്മാണം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആർട്ടിക്കിൾ 21 ഈ കുടിവെള്ളത്തെ സംബന്ധിച്ച് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് അങ്ങോട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് റൈറ്റ് ടു ക്ലീൻ ആൻഡ് സഫീഷ്യന്റ് വാട്ടർ എന്ന് പറയുന്നത് ഒരാളുടെ ഒരു അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് റൈറ്റ് ടു ഡീസന്റ് ആൻഡ് വെൽ ലൈഫ് എന്നുള്ളത്, ടു റൈറ്റ് ടു ലിവ് എന്നുള്ളത് പറയുന്നുണ്ട്. വിത്ത് ഡിഗ്നിറ്റി ആൻഡ് വിത്ത് പീസ്, സമാധാനത്തോടുകൂടി കുടിവെള്ളം എത്ര വേണമെങ്കിലും കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. അത് മനുഷ്യർക്ക് മാത്രമല്ല പറയുന്നത്, അടുത്ത ഭാഗം കൂടെ പറയുന്നുണ്ട്. ആൻഡ് റൈറ്റ് ടു ഹ്യൂമൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റൽ which could certainly imply a right to water to all members of the society to be if a human or animal എന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വം ഈ നഗരസഭയ്ക്ക് ഉണ്ട് എന്നുള്ളത് താങ്കൾ ഈ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഈ നഗരസഭയ്ക്കകത്തുള്ള ജീവനക്കാരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ റൈറ്റ് വാട്ടർ എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നിയമനിർമ്മാണത്തിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി എത്ര പ്രാവശ്യം കോടതികൾ ഇടപെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് താങ്കൾക്ക് അറിയാമെന്നുള്ള വരിയില്ല. 2026 നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി തന്നെ അപ്പീൽ കമ്മിറ്റിക്കകത്ത് പറയുന്നത് നമ്മുടെ കൊച്ചിയിൽ നടന്നിട്ടുള്ള, കൊച്ചി മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും സംബന്ധിച്ച് നടന്നിട്ടുള്ള കേസിനകത്ത് പറയുന്നുണ്ട്. എന്താണ്? കോർട്ട് ഡയറക്ടഡ് അതോറിറ്റി ടു എൻഷുർ continuous drinking water supply holding the access to water is a part of Article 21 എന്നുള്ളത് ഈ പറയുന്ന 26 ജഡ്ജിമെന്റ് ഹൈക്കോടതിക്കകത്തുള്ള ജഡ്ജിമെന്റിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. 2026 കേസിനകത്ത്
എന്താണ് കോടതി നിരീക്ഷിക്കുന്നതിനകത്ത് പറയുന്നുണ്ടല്ലോ, കോർട്ട് ക്യാൻ ഇഷ്യൂ മാൻഡമസ് ഫോർ വാട്ടർ സപ്ലൈ എന്നാണ് പറയുന്നത്. അതായത് ആ ജഡ്ജ്മെന്റിനകത്ത് പറയുന്നത് മാൻഡേറ്ററി ഡ്യൂട്ടീസ് ഓഫ് ദി ലോക്കൽ ബോഡീസ് എന്നുള്ളതാണ് ആ കേസിനകത്ത് തന്നെ പറയുന്നത്. അത് നാട്ടിലെ നിയമമാണ്. അതിൽ നിന്ന് നമുക്ക് മറികടന്ന് ഓടാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമല്ല. വിവാദമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ കുടിവെള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബോംബെ ഹൈക്കോടതി ഇതിനകത്തൊരു വിധി 2015 വന്നിട്ടുണ്ട്. അവിടുത്തെ ചേരി പ്രദേശത്ത് ഇല്ലീഗലായി താമസിക്കുന്ന ആളുകൾക്ക് വെള്ളം കട്ട് ചെയ്ത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് പറഞ്ഞു ബോംബെ ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന്. അപ്പോൾ കോടതി പറഞ്ഞത് എന്താണ്? അവിടെ ഇല്ലീഗലായിട്ടുള്ള ഓക്യുപ്പേഷൻ ഓക്യുപ്പൻസി ഉണ്ടെങ്കിൽ പോലും അവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഉണ്ട്. റൈറ്റ് ടു വാട്ടർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, അത് കൊടുത്തേ കഴിയുമെന്നുള്ളത് പറയുന്നുണ്ട്. അത് നിരന്തരമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. വാട്ടർ അതോറിറ്റിക്ക് ഇതിനകത്ത് എന്താണ് റോള്? അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യം ചോദിച്ചിരുന്നു, വാട്ടർ അതോറിറ്റിക്ക് എന്താണ് റോളെന്ന്. ഞാനത് സംസാരിക്കാൻ അനുവദിക്കും. ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ വെള്ളത്തിനുള്ള അവകാശം വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഈ ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഇതിനകത്തുണ്ട്. അതില് പ്രധാനമായിട്ട് ആർട്ടിക്കിൾ 24 ഇതൊന്ന് കേൾക്കാനായിട്ടുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യാം. തടസ്സപ്പെടുത്തരുത് അദ്ദേഹം പറയട്ടെ. 243 ശബരിമല അദ്ദേഹം പറഞ്ഞ വാട്ടർ അതോറിറ്റിക്ക് വെള്ളം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പാർലമെന്റ് പാർട്ടിയിലുള്ള തയ്യാറാവുന്ന വെള്ളം കൊണ്ടുപോയിട്ടെ പറയും. ഇതിനകത്ത് പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ 241W സെക്ഷൻ 12 ഷെഡ്യൂൾ അനുസരിച്ച് 5ാമത്തെ ഭാഗം നിങ്ങളൊന്ന് നോക്കണം. ആ ഭാഗത്തിനകത്ത് പറയുന്നുണ്ട്. എന്നാൽ 5ാമത്തെ ഭാഗം പറയുന്നത് വാട്ടർ സപ്ലൈ ഫോർ ഡൊമസ്റ്റിക്, ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ പർപ്പസ്. അത് പറയുന്നുണ്ട്, ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. 1994 ഇതിനു ശേഷം നമ്മുടെ ഈ അമെന്റ്മെന്റിനകത്ത് മാറ്റം വന്നു. സെക്ഷൻ 30 അനുസരിച്ചുള്ള അമെന്റ്മെന്റ് ഇതിനകത്ത് മാറ്റം വന്നു. നഗരസഭ പിന്നെ ഇതിനകത്ത് 73-74 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ളതാണ്. അതിനകത്ത് 94 സെക്ഷൻ 30 അനുസരിച്ച് ഈ പറയുന്നത് പോലെ തന്നെ വെള്ളത്തിന്റെ മുഴുവൻ കൺട്രോൾ എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി സെക്ഷൻ 315 പറയുന്നുണ്ട്. ആ സെക്ഷൻ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസ് ആണ്, ഈ പറയുന്ന കോർപ്പറേഷനാണ്, മറ്റാർക്കും ഉള്ളതല്ല. ഇനി 317 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വാട്ടർ അതോറിറ്റിക്കാർ ഇത് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ചെയ്യാതെ ഇരിക്കുന്ന വാട്ടർ അതോറിറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വകുപ്പ് അനുസരിച്ച് സെക്ഷൻ 317 അനുസരിച്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നഗരസഭ അത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഈ പറയുന്ന വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റർ മാത്രമാണ്, ഒരു ഏജൻസി മാത്രമാണ്. ആ ഏജൻസിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസ് ചാർജ് മാത്രമാണ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കുന്നത്. അതല്ലാതെ നമ്മുടെ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ചോദിച്ചതുപോലെ ഈ നിയമത്തിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 21 എടുത്ത് നോക്കിയാലും 244 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിയാലും അതിനുശേഷം വന്നിട്ടുള്ള ഈ പറയുന്ന 73-74 അമെന്റ്മെന്റ് വന്ന് നോക്കിയാലും അതിനുശേഷം ഇത് പറയുന്ന നമ്മുടെ ലോക്കൽ ബോഡീസിന് വാട്ടറിന്റെ മുഴുവൻ കൺട്രോൾ പറയുന്ന 315 സെക്ഷൻ എടുത്ത് നോക്കിയാലും അതിനുശേഷം 317 വാട്ടർ അതോറിറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ആക്ടാണ്. ആക്ട് കിട്ടിയാൽ ഞാൻ പേജ് മുറിച്ച് കാണിച്ചു തരാം എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് വെള്ളത്തിന്റെ മുഴുവൻ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വകുപ്പുകളെല്ലാം നിലനിൽക്കുന്ന അടിസ്ഥാനത്തിൽ ഇത് കൊടുക്കാനുള്ള ബാധ്യത ഈ നമ്മുടെ നഗരസഭയ്ക്കുണ്ട്. ഇതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. കേവലം ബില്ലടക്കുന്നത് കൊണ്ട് ആ ബില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതെല്ലാം ഈ പറയുന്ന വാട്ടർ അതോറിറ്റിക്കാരാണ് ഇത് കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരിക്കലും നമ്മുടെ പോലെ ഒരു നഗരപിതാവിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നഗരസഭയ്ക്കകത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫർട്ടുകൾ എടുത്തിരുന്നു. ഇപ്പോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കോർപ്പറേഷനാണ്.
ആ കോർപ്പറേഷൻ എന്താ ചെയ്യേണ്ടത്? കോർപ്പറേഷൻ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ല അങ്ങനെ ഒരുപാട് പറയല്ലേ ഞാൻ പറയാം. അങ്ങനെ എസ് ഐ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആയിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ക്ലാരിഫിക്കേഷൻ ഞാൻ ചെയ്തു. അങ്ങനെയൊക്കെ തന്നെ അറിയാം 1000 ലിറ്റർ വെള്ളം അറിയിക്കുന്നതിൽ നിന്ന് 600 ലിറ്റർ പ്രതിപക്ഷത്തിൽ ഈ ലീക്കേജ് തീർക്കാനായിട്ട് നഗരസഭ ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുന്നത് ഭരണഘടനാപരമായിട്ട് മറുപടി പറയണം. അതിനകത്ത് ഭരണഘടന ഏതാർത്ഥത്തിലാണ് കോർപ്പറേഷൻ ആവശ്യപ്രവർത്തനം പറഞ്ഞിരിക്കുന്നത്? അല്ല ഞാൻ എന്ന് പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഈ എന്റെ ഉത്തരം ശബരിമലയും ചാത്തനോട് സത്യം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ എത്ര സമയം വേണ്ടി വരും? 15 മിനിറ്റ്. എത്ര? 15 മിനിറ്റ്. അദ്ദേഹം 15 മിനിറ്റാണ് ഇനി ചോദിക്കുന്നത്. അതല്ല, അതായത് ഞാൻ പറയാം ഒരു മിനിറ്റ് ഞാൻ നമ്മള് അങ്ങ് ചോദിക്കുന്ന ഉത്തരം ഉത്തരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 50 അംഗങ്ങളുള്ള കക്ഷിയും 20 അംഗങ്ങളുള്ള കക്ഷിയും ഉണ്ട്. അവർക്ക് സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാനിപ്പോ നേരെ അദ്ദേഹം ചുരുക്കും ഞാൻ പറയാം. ഒരു 5 മിനിറ്റ് ബഹുമാനത്തിന്റെ എത്തിയിട്ട് 5 മിനിറ്റ് ഈ ബഹുമാനപ്പെട്ട മേയറ് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം സമ്മതിക്കാൻ വേണ്ട. വെള്ളത്തിന്റെ പ്രശ്നം പറയുമ്പോ ഇത് എങ്ങനെയാണ് മോശമല്ലേ? അന്ന് ചോദിച്ച പിന്നെ ചോദ്യത്തിന് മറുപടി ഞാൻ ഇതിനകത്ത് കൺക്ലൂഷനകത്ത് പറയുന്നുണ്ട്. പറയുന്നവര് സമ്മതിച്ചാലല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയാണ്. ഈ പറയുന്ന വാട്ടർ നമുക്ക് വെള്ളം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷനാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന ആളുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിന്റെ ലീക്കേജ് പൈപ്പ് അകത്ത് വെട്ടുന്നത് തുടങ്ങിയിട്ടുള്ള പ്രഷർ കൂടുമ്പോൾ കുറയുമ്പോൾ തുടങ്ങിയിട്ടുള്ള പഴയ കാലത്ത് നടത്തിയിട്ടുള്ള പൈപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ആ പ്രശ്നങ്ങൾ പഠിച്ച് നമ്മൾ കോർപ്പറേഷനിൽ അഡ്രസ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് കോർപ്പറേഷന്റെ പണം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പറയുന്ന നാട്ടിൽ വെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്കാണെന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമില്ല. ഈ വെള്ളം എത്തിച്ചു കൊടുക്കാൻ വെള്ളത്തിന്റെ പ്രശ്നം സംസാരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുക ഒരുപാട് നിങ്ങൾ താങ്കൾ ബഹുമാനപ്പെട്ട മേയറായിട്ട് ചാർജ് എടുത്ത് 26 ഡിസംബർ അതിനുശേഷം ഏകദേശം 4 മാസം കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ ആളുകൾക്ക് അങ്ങയുടെ ഒരു മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടുത്തെ പ്രജകൾ നിങ്ങൾ രാജാക്കന്മാരാണല്ലോ, നിങ്ങൾ തിരുവനന്തപുരത്തുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ കോർപ്പറേഷൻ ഭരണം ഇതിന്റെ തകർച്ചയാണെന്ന് വീണ്ടും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കുടിവെള്ളത്തിന്റെ വിഷയമാണ്. ഈ അഭിമാനത്തോടെ പറയുന്നത് ഈ കുടിവെള്ളത്തിന്റെ വിഷയം ആദ്യം ഇവിടെ ഉന്നയിച്ചത് UDF കൗൺസിലർമാരാണ്. നമ്മൾ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മീറ്റിംഗ് വിളിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. പക്ഷെ അതിനുശേഷം ഒന്നും നടക്കാത്തത് കൊണ്ട് ഇവിടെയുള്ള UDF കൗൺസിലർമാർ 26 ഫെബ്രുവരി അദ്ദേഹം പറയട്ടെ 26 ഫെബ്രുവരി ഈ പറഞ്ഞ വാട്ടർ അതോറിറ്റിയുടെ SC അടക്കമുള്ള ആളുകളെ ഉപരോധിച്ച് സമരം നടത്തിയ UDF പ്രതിനിധികളാണ്. അന്ന് ട്രഷറിയിലുമുള്ള പ്രതിപക്ഷത്തുള്ള മറ്റു പാർട്ടികളിൽ നിങ്ങൾ കൗൺസിലർമാർ നമ്മളെ കളിയാക്കി, നിങ്ങൾ ഇത്രയും സമരം ചെയ്യാൻ. നമ്മൾ പറഞ്ഞ സമരം ചെയ്യുന്നത് ഭാവിയെ കണ്ടുകൊണ്ടാണ്. അങ്ങനെ ഭാവിയെ കണ്ടുകൊണ്ട് സമരം ചെയ്ത് നമ്മുടെ വാർഡുകളിലും പ്രാന്തപ്രദേശങ്ങളിലെ വിഷയം പറഞ്ഞിട്ടും നിർഭാഗ്യവശാൽ വാട്ടർ അതോറിറ്റിക്കും അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഈ കൗൺസിലിന് കഴിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറയുകയാണ്, എന്തായാലും ഒരു കാര്യം എനിക്ക് SPGയുടെ കോൺഫിഡൻസിന് വിശ്വാസമുണ്ട്.
അദ്ദേഹം ഏകദേശം എല്ലാം കൂട്ടിക്കെട്ടി ഇനിയിപ്പം കോർപ്പറേഷനെ കുറ്റം പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇനി ഭരിക്കാൻ പോകുന്ന അവരല്ല എന്നത് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ വാട്ടർ ഇനി 4 ദിവസത്തെ 6 ദിവസത്തെ ഭരണം ബാക്കിയുണ്ട്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ വാട്ടർ അതോറിറ്റിക്ക് റോളുമില്ല എന്നുള്ളതാണ്. ഏത് സർക്കാരുകളും, അത് കേന്ദ്രമാവട്ടെ, കേരളമാവട്ടെ, അല്ലെങ്കിൽ പുനഃപഞ്ചായത്തുകളാവട്ടെ, ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, അതേ ഭരണഘടനയിലെ പാർട്ട് 1, 2, 3, 4, 5 ഉണ്ട്. അതിൽ ഒരു പാർട്ട് പറയുന്നത് സ്റ്റേറ്റിനെ കുറിച്ചാണ്, ഒരു പാർട്ട് പറയുന്നത് സെൻട്രലിനെ കുറിച്ചാണ്, ഒരു പാർട്ട് പറയുന്നത് ജുഡീഷ്യലിനെ കുറിച്ചാണ്, ഒരു പാർട്ട് പറയുന്നത് പുനഃപഞ്ചായത്തിനെ കുറിച്ചാണ്. ഇതെല്ലാം ഒരുമിച്ചാണ് ഭരണഘടന. അതല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം, നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ എല്ലാം ഒരുമിച്ചുള്ള ഇവിടെയുള്ള കോർപ്പറേഷനും കേരള സർക്കാർ ഇടയ്ക്കുള്ള കൈയടകളുടെ കീഴിൽ കുറവ് മറ്റൊന്ന് ഫോട്ടോ എന്ന പദ്ധതി വന്നായിരുന്നു. അത് കാണാൻ പാർട്ടി അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ അദ്ദേഹം പറയട്ടെ, ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു പരാജയം ഉണ്ടായിട്ട് മെസ്സി അടക്കുന്ന ആളുകൾ കണ്ടിട്ട് അവർ കൈമാറുകയാണ്. ഈ വാട്ടർ ലീക്കേജിന്റെ വിഷയം കണ്ടെത്തണം. അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് നിങ്ങൾ പണ്ട് സമരം ചെയ്ത് നിങ്ങൾ ഭരിക്കാൻ വന്നപ്പോൾ നൽകിയ ഉറപ്പെന്താണ്? നിങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് എയിംസ് വേണ്ട എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഇവിടെ ഒളിമ്പിക്സ് വേണ്ട. ഈ പൈപ്പ് ഇറക്കുമ്പോൾ ഗ്യാസിന്റെ സൗകര്യം ഒളിമ്പിക്സ് ദാഹകത ഇവിടുത്തെ കഴിഞ്ഞ 4 മാസമായിട്ട് നിങ്ങൾ വെള്ളമില്ല എനിക്ക് വേണ്ട എന്നുള്ളത് യൂണിവേഴ്സിന്റെ ഔദ്യോഗിക അഭിപ്രായമാണോ? എനിക്ക് വേണ്ട എന്നുള്ളത് എനിക്ക് വേണ്ട എന്ന് കോർപ്പറേഷൻ പാർലമെന്റ് പാർട്ടി നേതാവ് പറഞ്ഞു. നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം നിങ്ങളുടെ എം പിയോടെയും സൗരമേഖലയാണ് എടുക്കും. അവിടെ തൽക്കാലം നമുക്ക് ആദ്യം ഇന്ന നാളെ എഴുതിയുണ്ട്, ഇന്ന നാളെ ചേച്ചി ആ വാതിലെ പൈപ്പ് തുറക്കുമ്പോൾ ആ ഗ്യാസിന്റെ സൗണ്ടിന് പകരം, ആ പൈപ്പിന്റെ സൗണ്ടിന് പകരം 2 ദാഹകര ഈ 101 വാർഡിലെ കൗൺസിലർമാർ കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ വീട്ടിലെ കോൺഗ്രസ് ബിജെപി ഒന്നും ഇല്ല, സീറ്റുകൾ എല്ലാവരും കിട്ടുന്നുണ്ട്. കൂടുതൽ എങ്ങനെയാണ് ഞാൻ ചെറിയൊരു ആരോപണമുണ്ട്. ഒരു മന്ത്രിയുടെ പേരിന്റെ മുമ്പിൽ തന്നെ മന്ത്രിയുടെ പേരിന്റെ അന്യത്തിലെ പൈപ്പുണ്ട്. അത് ഒരു കാലഘട്ടക്കാർക്ക് പറഞ്ഞ് ഓർത്തായിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ എത്രയോ പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ കൈക്കൂലി 5000 കുറവെന്ന് വാങ്ങിക്കുന്ന വീഡിയോ മനസ്സിലായി. നിങ്ങൾ കഴിക്കുന്നവരും പറഞ്ഞ 5000 രൂപയുടെ കൈക്കൂലി എണ്ണി വാങ്ങിക്കുന്ന പാർട്ടി പ്രസിഡന്റ് ഉണ്ടായത് വേറെ പാർട്ടിയോട് പറയുന്ന പാർട്ടി കുടിവെള്ളം കിട്ടുക എന്നുള്ളത് സാധാരണ ഒരു ഭൂമികാരന്റെ ആവശ്യമാണ്. അത് നൽകാൻ ലാസ്റ്റ് മൈൽ ഡെലിവറി ചെയ്യേണ്ട ആളായിട്ട് ഉത്തരവാദിത്വമുള്ള കോർപ്പറേഷൻ പരാജയപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനോടൊപ്പം സ്റ്റേറ്റിന് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ പറയുന്ന ആർട്ടിക്കിളും വാദമൊക്കെ പഞ്ചായത്തിന് ശേഷം പറയുന്ന ശ്രീ പറയുന്നുള്ളൂ. ഇപ്പൊ കഴിയുകയാണ് സർവ്വ സ്റ്റേറ്റ് നിയമം ഏഴുന്നത്. സ്റ്റേറ്റ് നിയമം ഭരണകൂടം മനസ്സിലാക്കൂ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ പാർലമെന്റ് പല തട്ടുകളാണ്. വാട്ട് ഇസ് ദ കോർപ്പറേഷന്റെ ഡെഫിനിഷൻ പോലും ഭരണഘടന അടിസ്ഥാനത്തിൽ പല പ്രകടമായിട്ടുള്ള നിയമ ആളുകൾ പങ്കെടുത്ത കേസുകളുണ്ട്. എയർ ഇന്ത്യ കോർപ്പറേഷൻ ആണോ, ഞാൻ ലീഗൽ ലോയിൽ പഠിച്ച കേസുകളുണ്ട്. വാട്ടർ അതോറിറ്റി കേസുണ്ടാവും എന്തും വാട്ടർ അതോറിറ്റി സ്റ്റേറ്റ് ആണോ എന്നുള്ളത് വളരെ ക്ലിയറായിട്ടുള്ള ഇതെല്ലാം ചെയ്യുന്നതാണ് സ്റ്റേറ്റ്. അത് ചെയ്യാതെ വെള്ളം കൊടുക്കാൻ കഴിയാതെ ഇവിടെ നിങ്ങളെല്ലാം പറയുന്നത് പരാജയപ്പെട്ടിരിക്കുകയാണ്. 2-3 മാസമായി ഇവിടെ കൗൺസിലേഴ്സിന് എല്ലാവർക്കും ഒരിടത്തും പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം കാണുന്നത് CPM ഒരു എതിർപക്ഷം സർക്കാർ കഴിഞ്ഞ 4 വർഷം കുടിവെള്ളത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ എന്താ പറയുക, അവരുടെ അലയൻസ് പാർട്ട്ണറായിരുന്നു. ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു കുടിവെള്ള പദ്ധതി, പുതിയ കുടിവെള്ള സ്രോതസ്സുകൾ വേണം. ഒരു സൊല്യൂഷൻ കൂടെ പറയുകയാണ്. അരീക്കര ഡാം എന്ന് പറയുന്നത് ഒരു റിസർവറാണ്. 40% ഏക്കിലാണ്. അത് മാറി അതിന്റെ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ മാറ്റണം. അതോടൊപ്പം പണ്ടുള്ള ഒരു പദ്ധതി പേപ്പറിലുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ റിയാർ ഡാമിൽ നിന്ന് വെള്ളം ഇറിഗേഷനിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതി. അത് നമ്മൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്തൊരു വെള്ളായനക്കാരടക്കമുള്ള പുതിയ ഓപ്ഷൻസ് നോക്കാതെ ഈ പഴയ 5 ലക്ഷം ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു തടയുന്ന വെള്ളം കിട്ടുന്ന ഓപ്ഷൻ മാറി കൂടുതൽ പോസിറ്റീവായി ഇവിടെയുള്ള അങ്ങോട്ട് പരാജയം അങ്ങോട്ടും ഇങ്ങോട്ടും CJP ഡീലാണ്. ആ CJP രീതി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. രാഷ്ട്രീയ രീതി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് NDA പാർലമെന്റ് പാർട്ടിയാണ്. ഒരു കാര്യം അവരുടെ പറയാനുള്ള പറഞ്ഞിട്ടാണ് പാർലമെന്റ് പാർട്ടി പറഞ്ഞത് ഈ തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കേരള സർക്കാരിനോ കേരള വാട്ടർ അതോറിറ്റിക്കോ സാധിക്കില്ല. അതിന് കഴിവുള്ളത് തിരുവനന്തപുരം നഗരത്തിലെ മേയർക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ ഈ കുടിവെള്ള പ്രശ്നം ഏറ്റെടുക്കണമെന്ന് ESP പറഞ്ഞത്. എല്ലാം പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മുടെ
പാർപ്പിടത്തിന്റെ വിഷയം വന്നപ്പോൾ പരിഹരിച്ചത് മേയറാണ്. അതുപോലെ തന്നെ നാട്ടിൽ ചവറിന്റെ വിഷയം പരിഹരിച്ചത് മേയറാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്ന മേയർ ആയതുകൊണ്ട് മേയർ വിചാരിച്ച് ഈ ഇടതുപക്ഷ സർക്കാരിന് യാതൊരു കഴിയുമില്ല, ഇവിടുത്തെ വാട്ടർ അതോറിറ്റിക്കും യാതൊരു കഴിവില്ല.